My beautiful, welcome back to my Pups channel. മെസ്സേജ് ഫ്രം ദെയർ സോൾ. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി, ആ വ്യക്തിയുടെ സോൾ എന്താണ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ഒരു ഡീപ്പസ്റ്റ് ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് അവർ എക്സ്റ്റേണലി എന്തൊക്കെ കാണിക്കുന്നു എന്നുള്ളതല്ല. ഓക്കെ, ബോധപൂർവം അവർ കാണിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതല്ല. അവിടെ മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, നല്ല രീതിയിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത്, നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം, ക്ലാരിറ്റി വേണ്ടി വരുന്നുണ്ടായിരിക്കാം, റൈറ്റ്? ബട്ട് ഡീപ്പ് ഇൻസൈഡ് അവർ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്, അവരുടെ ഒരു ഡീപ്പസ്റ്റ് ഡിസയർ എന്താണ്, ഫീലിങ്സ് എന്താണ്, ഇമോഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് കളക്റ്റീവായിട്ട് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആസ് ഓൾവേസ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാണെന്നുള്ളത്. സോ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തിക്കോ, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളതോ ചീറ്റ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല. സോ ആരെങ്കിലും അങ്ങനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ മെസ്സേജാണ് ഇതെന്ന് വിചാരിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ, നോ, ദിസ് ഇസ് നോട്ട് ദ മെസ്സേജ് ഫോർ ദാറ്റ് സ്പെസിഫിക് പേഴ്സൺ. ഓക്കെ, സോ ഈ വീഡിയോ റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് മാത്രമേ എത്തിച്ചേരുന്നുള്ളൂ. നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. ഓക്കെ, നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാണ് പോകുന്നത്. ആൻഡ് ലെറ്റ് സീ ദ മെസ്സേജ് ഫ്രം ദെയർ സോൾ. അവരുടെ സോളിൽ നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ്. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. Message from their soul. Think about your person. All right. So probably person, it's like അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ. ഓക്കെ, എന്താണ് അതിനർത്ഥം? നിങ്ങൾ ആ വ്യക്തിക്ക് ഒരുപാട് ഹോം ഫീലിങ്സ് കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാം. ഒരുപാട് ഹോം നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്ത് നമ്മൾ ഫൈനലി നമ്മളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരു ഫീൽ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ചിന്തിക്കുക, അതിനെ പറ്റിയിട്ട് ആഗ്രഹിക്കുക, അതിനെ പറ്റിയിട്ട് ഒരു ഡീപ്പസ്റ്റ് ഡിസയർ, ആക്ഷൻ ഉണ്ടാവുക. ആഗ്രഹം എന്ന് മാത്രം എന്നുള്ളതല്ല, അവിടെ പ്രോപ്പറായിട്ടൊരു ആക്ഷനെ പറ്റിയിട്ടും അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കണം തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അവരുടെ ഒരു ഡീപ്പസ്റ്റ് ഫീലിങ്സ് ഈ ഒരു സമയത്ത് അങ്ങനെയാണ്. അവർക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു കാലതാമസത്തിന് ശേഷം ഈ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഉള്ള ആക്ഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ അതിനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ വ്യക്തി അത് റൈറ്റായിട്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു ആക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം ഈ വ്യക്തിയുടെ അടുത്തുനിന്ന്. സോ ഈ വ്യക്തി ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളടുത്ത് സംസാരിക്കുന്നുണ്ടായിരിക്കണം, സ്പെഷ്യലി ഒരു സെപ്പറേഷന് ശേഷം, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം റീസെൻ്റ് ആയിട്ട്, അല്ലേ? ബിക്കോസ് ഈ വ്യക്തി ആക്ഷൻ എടുത്ത് തുടങ്ങുന്നുണ്ട്. ആ വ്യക്തിയുടെ ഒരു ആഗ്രഹം മാത്രം എന്നുള്ളതല്ല. നിങ്ങൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷനാണ്. ഓക്കെ, ബിക്കോസ് ഈ വ്യക്തി ജെന്യുവൻലി പ്രിപ്പയർഡ് ആണ് നിങ്ങളായിട്ട് വീണ്ടും കണക്ട് ചെയ്യാൻ, ഓർ എന്തെങ്കിലും ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യാനായിരിക്കാം. സ്നേഹം, ടൈം, എഫേർട്ട്, ഓക്കെ, ഓർ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ. എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആക്ഷൻ ഇൻവോൾവ് ആവുന്നുണ്ട് ഈ ഒരു ടൈം. ഓക്കെ, എക്സാക്ട്ലി. ഓൾറൈറ്റ്. ഓക്കെ, സോ സ്ലൈറ്റ് ഡിലേ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, ബട്ട് അത് അതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, ഈ വ്യക്തിയുടെ ചില ആക്ഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ചില സിറ്റുവേഷൻ ഒന്നും കൂടെ ഫാസ്റ്റായിട്ടും സ്മൂത്തായിട്ടും മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ ആക്ഷൻ റൈറ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണക്റ്റ് ആവുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫീലിങ്സ്, മ്യൂച്വൽ ആയിട്ടുള്ള ഫീലിങ്സ്, ഈവൻ നിങ്ങൾ എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ പോലും, ഈ സമയം നിങ്ങൾ രണ്ടുപേരും ഒരേ പേജിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, രണ്ടുപേർക്കും ആ ഒരു കരേജ് ഉണ്ടാവുന്നുണ്ട്, രണ്ടുപേരും ആക്ഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ വളരെ നല്ല രീതിയിലായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് പോകുന്നുണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് എനർജറ്റിക്കലി നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, റൈറ്റ്? സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഡൗട്ട്സ്, കൺഫ്യൂഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. വളരെ
ഹോണസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ജെന്യൂൻ അല്ലെങ്കിൽ ഓർഗാനിക്കൽ ആയിട്ടുള്ള മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട്, ഓർഗാനിക്കൽ ആയിട്ടുള്ള ആക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, സ്പെഷ്യലി ആ വ്യക്തിയുടെ ഏതെങ്കിലും പ്രവൃത്തി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു ക്ലാരിറ്റി, അതൊക്കെ നീക്കി പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളായിരിക്കാം, വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം, റൈറ്റ്? സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് ആ ഒരു ഡിഫറൻസിൽ തന്നെ നിങ്ങൾക്കൊരു സ്ട്രഗിൾ ആയിരിക്കാം. ബിക്കോസ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പരസ്പരം നിങ്ങൾക്ക് സംസാരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. മേ ബി ചില ആളുകൾ നിങ്ങൾ ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം, ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റെക്കഗ്നീഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ഒരു സോൾ റെക്കഗ്നീഷൻ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തൊരു മേജർ ഡിഫറൻസ് ഉള്ള ആളുകളാണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ആ ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്, അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇഷ്ടം കൊണ്ടാണ്, ഈവൻ ആ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും പരസ്പരമുള്ളൊരു ആക്സെപ്റ്റൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. അത് എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ എന്തൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ പോലും ഡീപ്പ് ഇൻസൈഡ് നിങ്ങൾ വളരെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, മറ്റൊരാൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഷ്ടത്തോട് കൂടിയിട്ട്. ഓക്കെ, ബിക്കോസ് ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു സ്നേഹം അവിടെ ഉണ്ടാവുന്നുണ്ട്, ഒരു കോംപ്രമൈസ്, ജെന്യൂൻ ആയിട്ടുള്ള കോംപ്രമൈസ് ഉണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ മ്യൂച്വൽ ആയിട്ടുള്ളൊരു എനർജി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കണം ഈ സമയം നിങ്ങൾ റിലേഷൻഷിപ്പ് പോകുന്നുണ്ടായിരിക്കുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് എനർജറ്റിക്കലി ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും അതാണ്. വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു ഗുഡ് പാർട്ടിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുക. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഈ സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ആളുകളായിരിക്കാം, നിങ്ങൾ ഒരുമിച്ച് ഓൾറെഡി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, ഒന്നുകിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലിൻ ഓർ ഫെമിനിൻ, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സോ എന്തൊക്കെയാണോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മനസ്സിൽ കൊണ്ട് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് എക്സാക്ട്ലി ആ വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ അവർക്കത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഗൈസ്. ട്രസ്റ്റ് മീ, ഇത് നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത്, ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ചില ആഗ്രഹങ്ങളുണ്ട്, അത് നിങ്ങൾ പറയാണ്ട് തന്നെ ആ വ്യക്തി നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്ത് തരുന്നുണ്ട്. അവരുടെ ആക്ഷൻ അങ്ങനെയാണ് അലൈൻഡ് ആവുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാണേണ്ടത്. നിങ്ങൾക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീണ്ടും സംസാരിക്കുകയാണ്, ഒരു ഗ്യാപ്പിന് ശേഷമൊക്കെ എസ്പെഷ്യലി വീണ്ടും സംസാരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുക. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഡിമാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ ചില സിറ്റുവേഷനിൽ നിങ്ങൾ കണ്ടീഷൻസ് വെക്കേണ്ട കാര്യമില്ല. ബിക്കോസ് എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പറയാതെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അതാണ് ആ ഒരു ബോണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളൊരു ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, ആ വ്യക്തിയുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, വിതൗട്ട് എക്സ്പ്ലെയിനിങ് ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഈവൻ തിരിച്ചുമായിരിക്കാം. ഓക്കെ, ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾക്കും അതുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. മെസ്സേജ് ഫ്രം ദിയർ സോൾ. സോ ഇത് ലൈക്ക് ഹിഡൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല, ഡെഫിനറ്റ്ലി. ബിക്കോസ് ഈ സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ബാലൻസ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവരുടെ സോൾ എന്താണോ ചിന്തിക്കുന്നത് അത് അവരുടെ പ്രവൃത്തിയിലേക്കും കൂടെ അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്, ഡെഫിനറ്റ്ലി.
ഓക്കെ. സോ നിങ്ങൾക്ക് ഈ വ്യക്തി എന്താണ്, ആ വ്യക്തി എന്താണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ആ വ്യക്തിക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് ബാലൻസ്, ട്രാൻസ്പെറൻസി വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ക്ലെയിം ചെയ്യുക, ഇത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എനർജറ്റിക്കലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഈവൻ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഓക്കെ, ആ വ്യക്തിയുടെ ഇമോഷൻസ് എന്താന്നുള്ളത് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മാത്രം എന്നുള്ളതല്ല, ആ വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ പോലും ആക്ഷൻസ് വളരെ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഈ വ്യക്തി വളരെ എക്സ്പ്രസീവ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയാതെ തന്നെ അവരുടെ ആക്ഷനിലൂടെ അവരത് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ വ്യക്തി നിങ്ങളായിട്ടൊരു ഫാമിലി ആഗ്രഹിക്കുന്ന പേഴ്സൺ ആയിരിക്കാം. ഇത് നിങ്ങൾ ഓൾറെഡി ഫാമിലി ആയിട്ട് സെറ്റിൽ ആവാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, അതെല്ലാം നിങ്ങൾ അങ്ങനത്തെ പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്വാളിറ്റി ഉള്ളതോ വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വെരി സൂൺ ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതും അതാണ്. എന്തെങ്കിലുമൊക്കെ മെച്ചൂർഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി പ്ലാൻ ഈ വ്യക്തിക്ക് നിങ്ങളെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളത് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പാക്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സെപ്പറേഷനോ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ നിങ്ങൾ പരസ്പരം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്യാപ്പിന് ശേഷമാണ് നിങ്ങൾ വീണ്ടും വരുന്നതെങ്കിൽ, ആ വ്യക്തിയുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ വേർഷനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരുന്നത്. ഓക്കെ, സോ അവിടെ വരുന്ന സമയത്ത് നിങ്ങളുടെ അനുഭവങ്ങളാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ആ വ്യക്തിയെ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ വ്യക്തി അത്ര കാലം എങ്ങനെ നിങ്ങളുടെ അടുത്ത് നിന്നു, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു, എന്താണ് ആ വ്യക്തിയുടെ ഒരു കപ്പാസിറ്റി എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി അനുഭവം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് സംതിങ് നിങ്ങൾ അത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ആ ഒരു എക്സ്പെക്ടേഷന് മുകളിൽ ഈ വ്യക്തിക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങളായിരിക്കാം ചില കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യാൻ ഉള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ബിക്കോസ് നിങ്ങളുടെ അനുഭവം അങ്ങനെയാണ് ആ വ്യക്തിയുടെ അടുത്ത് നിന്ന്. ബട്ട് ഡെഫിനറ്റ്ലി അങ്ങനെയല്ല. നിങ്ങൾ എന്താണ് ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് അനുഭവിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് എന്താണോ വ്യക്തിയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്, ആ വ്യക്തിക്ക് അതിലും ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ വീണ്ടും നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ക്ലീൻ പ്ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഓക്കെ, ബിക്കോസ് ആ വ്യക്തിക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്യാനുണ്ട്. ഓൾറൈറ്റ്, സോ പഴയ ഒരു എക്സ്പെക്ടേഷനും നിങ്ങൾ കീപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവരുത് ഓക്കെ ഈ വ്യക്തിക്ക് ഇത്രയൊക്കെ തരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക, ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് ചെയ്യുക. ഓക്കെ, അത് നല്ല നല്ല കാര്യങ്ങളായിരിക്കാം, ബട്ട് അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ആ വ്യക്തിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. സോ ഡോണ്ട് ലിമിറ്റ്. നിങ്ങളുടെ ആ ഒരു അനുഭവം കൊണ്ടും നിങ്ങളുടെ ആ ഒരു വിശ്വാസം കൊണ്ടും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ലിമിറ്റ് ചെയ്യാൻ പാടില്ല. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് ഫ്രം their soul. Reconnection and see നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈമാണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡിവൈൻ ടൈം. ഓക്കെ, ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ ആളുകളൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം, ബട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എസ്പെഷ്യലി ആ വ്യക്തിയുടെ ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് ആ വ്യക്തിയുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇൻവോൾവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നോ, ആ വ്യക്തി നിങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നത്, നിങ്ങളിലേക്കാണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ഇതുവരെ ആ വ്യക്തി എന്ത് നിങ്ങൾക്ക് തന്നിട്ടില്ല, അതാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് പ്രോബബ്ലി നിങ്ങൾക്ക് അറിയില്ല എന്താണ് ആ വ്യക്തി തരാൻ പോകുന്നത് എന്നുള്ളത്, എന്താണ് ആ വ്യക്തി പറയാൻ പോകുന്നത്, എങ്ങനെയാണ് ആ വ്യക്തി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പോകുന്നത്, എന്താണ് ആ വ്യക്തിയുടെ ഒരു കപ്പാസിറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾ പുതുതായിട്ടാണ് അനുഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അവിടുന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ അങ്ങനെ പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട്. സോ ഈ സമയം എന്താണോ ആ വ്യക്തി ഡീപ്പ് ഇൻസൈഡ്
വിചാരിക്കുന്നത്, കണക്ട് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത് അത് ഡെഫിനറ്റ്ലി റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ആക്ഷനും ആ വ്യക്തിയുടെ എഫേർട്ടും ആ വ്യക്തി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അത് എനർജറ്റിക്കലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ നിങ്ങളെ കണക്ട് ചെയ്യാം. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നൊരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.